സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം ഉച്ചയ്ക്ക് നടന്നിരുന്നു. വളരെ സീരിയസ് ആയിട്ട് അത് കാണാൻ ടിവിയുടെ ഉമർത്തിരുന്ന ഞാൻ തിരിച്ചുപോയിട്ട് നിമിഷമുണ്ടായിരുന്നു. മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ അത് വേറെ ആയിരുന്നില്ല, നമ്മുടെ വേടനായിരുന്നു. ഗാനം കുതന്ത്രം. എത്രയോ വെൽ ഡിസേർവ്ഡ് ആയിട്ടുള്ള ഗാനരചയിതാക്കൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഇദ്ദേഹം മോശമാണെന്നല്ല പറയുന്നത്, പാട്ട് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ഇതിനേക്കാൾ എത്രയോ വെൽ ഡിസേർവ്ഡ് ആയിട്ടുള്ള ആളുകൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് നൽകിയതിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കളിയുമില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഒരിക്കലുമല്ല. AR റഹ്മാൻ അങ്ങ് വാനക്കോണി എന്ന് പറയുന്ന ഗാനം, അതുപോലെ വർഷങ്ങൾക്ക് ശേഷത്തിലെ മധു പകരു എന്ന് പറയുന്ന ഗാനം, അങ്ങനെ എത്രയോ ഗാനങ്ങൾ കഴിഞ്ഞ വർഷം ഉണ്ടായി. അതിനൊന്നും കൊടുക്കാത്ത ഇദ്ദേഹത്തിന് അവാർഡ് കൊടുത്താൽ പിന്നെ ചിരിക്കാതെ കരയണോ? ഇനി വേറൊരു കാര്യം കൂടി പറയാം. ഈ വേടൻ ഒരു ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. പല കേസുകളിലും ദിലീപും ആരോപണ വിധേയനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. കമ്മാര സംഭവം എന്ന് പറയുന്ന സിനിമയിലെ പ്രകടനത്തിന് 2018 ബെസ്റ്റ് ആക്ടർ അവാർഡ് ദിലീപിനെ നിഷേധിച്ചത് അദ്ദേഹം ഒരു ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തി ആയതുകൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ളപ്പോ ദിലീപിനില്ലാത്ത എന്ത് പ്രത്യേകതയാണ്, എന്ത് പ്രിവിലേജാണ് മിസ്റ്റർ വേടന് ഇവർ നൽകുന്നത് എന്നുകൂടി എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. വേറെ അവാർഡുകളിലൊന്നും എനിക്കൊരു തർക്കമില്ല. മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചു, വെൽ ഡിസേർവിംഗ് ആണ്. ആസിഫ് അലി, അദ്ദേഹത്തിന് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചാലും ഡിസേർവിംഗ് ആയിരുന്നു. അദ്ദേഹത്തിന് സ്പെഷ്യൽ ജൂറി പുരസ്കാരം ലഭിച്ചു, വെൽ ഡിസേർവ്ഡ് ആണ്. ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് കേട്ടപ്പോ ചിരിക്കണോ കരയണോ എന്നുള്ളൊരവസ്ഥ എനിക്ക് തോന്നിപ്പോയത്. അതിവിടെ പറയണം എന്ന് എനിക്ക് തോന്നി. യു ക്യാൻ ഷെയർ യുവർ തോട്ട്സ്.